സ്നേഹത്തെ അറിയിക്കുകയാണ്. ഈ വൈകിയവേളയിൽ ഒരുമിച്ച് കൂടുവരുവാൻ കർത്താവ് നമ്മൾക്ക് അവസരങ്ങളെ നൽകുന്നതോർത്ത് ഞാൻ ദൈവത്തിന് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി ആവലോടെ പ്രാർത്ഥനയോടെ കടന്നു വന്ന ദൈവം നിങ്ങളെ കർത്താവ് മാനിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. വലിയൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകന്മാർ മറ്റൊരു സ്ഥലത്ത് ശുശ്രൂഷയിലായിരിക്കുന്നു. അതിനാൽ അവരെ ഇന്ന് ഇവിടെ കാണുവാൻ കഴിഞ്ഞില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വരുന്ന ദിവസങ്ങൾ അവരോട് ചേർന്ന് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം നമ്മൾക്ക് അവസരങ്ങളെ തരട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളോടുമുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. വർഷിപ്പിന് നേതൃത്വം നൽകി അഭിഷിക്തന്മാർക്കായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഒരു വേദഭാഗം ഒന്ന് വേഗത്തിൽ വായിച്ച് ഒരുമിച്ച് 1-2 ചിന്തകൾ പറഞ്ഞ വേഗത്തിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 30, 31, 32 വേദഭാഗങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 30 മുതൽ 30, 31, 32 വേദഭാഗം. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരുവീൻ. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. പ്രാരംഭത്തിൽ വായിച്ച വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി. യേശു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടക്കുമ്പോൾ ആരും ഉപയോഗിക്കാത്ത, ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയുണ്ട്. നിങ്ങൾ കാണും. പക്ഷെ അവിടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആരും ഉപയോഗിക്കാത്തൊരു കഴുതക്കുട്ടിയാ, പക്ഷെ ആരോ അവനെ കെട്ടിയിട്ടിരിക്കുക. ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ സ്വയമായി ചലിക്കാൻ കഴിയാതെ അവനെ കെട്ടിയിട്ടിരിക്കുന്നു. അതിനകത്ത് നിന്ന് ഞാനൊരു ദൂത് കൈമാറട്ടെ. ആരും ഉപയോഗിച്ചിട്ടില്ല, ഒരു രീതിയിലും നീ പ്രയോജനപ്പെട്ടിട്ടില്ല, പക്ഷെ പ്രയോജനപ്പെടുന്നതിന് മുന്നേ നിന്നെ ആരോ കെട്ടിയിട്ടിരിക്കുകയാണ്. പ്രയോജനപ്പെടേണ്ട നിന്നെ പ്രയോജനപ്പെടണമെന്നതിന് മുന്നമേ ആരൊക്കെയോ ചേർന്ന് കെട്ടിയിട്ടിരിക്കുക. പക്ഷെ ഈ ഞായറാഴ്ച, ഈ മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ വന്ന് എത്തി നിൽക്കുമ്പോ സ്വർഗം നിന്നെ അഴിച്ചുവിടാൻ ഒരു ഓർഡർ ഇടുകയാണ്. സ്വർഗം നിന്നെ അഴിച്ചുവിടാൻ ഒരു ഓർഡർ ഇടുകയാണ്. കാരണം ആരും ഉപയോഗിക്കാത്ത നിന്നെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ ആവശ്യമുണ്ട്. ആരും ഉപയോഗിക്കാത്ത നിന്നെ ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ ആവശ്യമുണ്ട്. ഈ പദം ഇന്നലെ എനിക്ക് അകത്ത് ഭയങ്കരമായി ചലിക്കാൻ തുടങ്ങി. ആരും ഉപയോഗിക്കാത്ത ഫ്രഷ് ആയത്. ഹല്ലേലൂയ. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, കെട്ടിയിട്ടിരിക്കുക. സാധാരണ ഉപയോഗിച്ചതിനെയല്ലേ കെട്ടുന്നത്. ഉപയോഗിക്കുന്ന കഴുതയാണ് എവിടെയെങ്കിലും കുറ്റിയിൽ കുറ്റി കെട്ടിയിടുന്നത്. പക്ഷെ ഇവനെ ഉപയോഗിച്ചിട്ടുമില്ല, ഇവന് ചലിക്കുവാൻ കഴിയുന്നതുമില്ല, ഉപയോഗിക്കുന്നതുമില്ല, പ്രയോജനപ്പെടാൻ കഴിയുന്നതുമില്ല. എന്തോ എനിക്കറിയത്തില്ല. ആത്മാവനോട് പറയുന്നു, നിന്റെ വാഗ്ദത്തത്തിൽ കേറാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ന് കയറുകളെ ദൈവം ആഴിക്കുന്നു. അതുകൊണ്ടാ വചനം പറയുന്നത്, ഹല്ലേലൂയ, കയറുകളെ നിങ്ങൾ എറിഞ്ഞു കളക, ആ കയറുകളെ നിങ്ങൾ എറിഞ്ഞു കളക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഫ്രഷ് ആണ്, നിന്നെ പറ്റി ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷെ നിന്റെ കഴുത്തിനൊരു കുരുക്ക. ഹല്ലേലൂയ. നീ കഴുത്തിന് കുരുക്ക് വീണാൽ നിനക്ക് ചലിക്കാൻ കഴിയുന്നില്ല. എന്തോ ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. ശുശ്രൂഷയുണ്ട്, പ്രോമിസ് ഉണ്ട്, എവിടെ ചെന്നാലും വാഗ്ദത്തമുണ്ട്. പക്ഷെ നിന്റെ കഴുത്തിൽ ആരൊക്കെയോ വെച്ചിരിക്കുന്ന ചില കുരുക്കുകൾ, ആരൊക്കെയോ വെച്ചിരിക്കുന്ന മുഖങ്ങൾ, ഇന്ന് സ്വർഗം അതിനെ അറുത്തു മാറ്റുന്ന കരമടിക്കാൻ കഴിയുമെങ്കിൽ
പ്രാർത്ഥിച്ചോ. ആരൊക്കെയോ നിന്റെ കഴുത്തിൽ വെച്ചിരിക്കുന്ന കുരുക്കുകളെ ദൈവം അഴിക്കുന്നു. അത് സാഹചര്യമാകട്ടെ, അത് രോഗമാകട്ടെ, അത് കടമാകട്ടെ, അത് പ്രതിസന്ധിയാകട്ടെ, അത് അപമാനമാകട്ടെ, അത് പരിഹാസമാകട്ടെ, നിന്റെ സാഹചര്യങ്ങളാകട്ടെ, സാഹചര്യത്തിനകത്തു നിന്ന് നിന്നെ അഴിക്കുവാൻ, സാഹചര്യത്തിന്റെ അകത്തു നിന്ന് നിന്നെ അഴിക്കുവാൻ സ്വർഗ്ഗം ചിലതിനെ പറഞ്ഞയക്കുകയാണ്. പ്രതികൂലത്തിനകത്ത് നിന്നെ അഴിക്കുവാൻ, പ്രതിസന്ധിക്കകത്ത് നിന്നെ അഴിക്കുവാൻ എന്റെ ദൈവം ഇന്ന് നിനക്ക് വേണ്ടി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പദം എൻ്റെ അകത്ത് ഭയങ്കരമായി ചലിക്കാൻ തുടങ്ങി. ആരും കയറിയിട്ടില്ല എന്ന് വെച്ചാൽ കർത്താവിന് വേണ്ടി കയറാൻ നിന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാ. കർത്താവിനെ ഉപയോഗിക്കാൻ നിന്നെ ഒരുക്കി നിർത്തിയിരിക്കുക. പക്ഷെ നിന്നെ ആരൊക്കെയോ അതിനനുവദിക്കാതെ നിന്നെ കഴുത്തി കയറി കെട്ടി കുരുക്കിയിട്ട് ഹല്ലേലൂയ ഇതാ നിന്റെ സർക്കിൾ എന്ന് പറഞ്ഞ് നിന്നെ കുറ്റിക്കകത്തിടുമ്പോ സ്വർഗം പറഞ്ഞേക്കുകയാ, അവനെ അഴിച്ചു കൊണ്ടുവാ, അവനെ അഴിച്ചു കൊണ്ടുവാ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കർത്താവ് ഇത് ചിലരെ അയക്കുകയാ. ദൈവം ഇന്ന് നിനക്ക് വേണ്ടി ചിലതിനെ അയക്കുകയാ. എന്തിനാണെന്നറിയാമോ? ഈ സീസൺ നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്തോ എനിക്കറിയത്തില്ല, ഈ ദിവസങ്ങൾ ആരുടെയോ ഹൃദയത്തിനകത്ത് കയറിയ ആ ചിന്ത, കർത്താവേ എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ. എനിക്കറിയത്തില്ല, ചില ഹൃദയങ്ങൾക്കകത്ത് ശക്തമായി കയറുന്ന ഞാൻ കാണുന്നു. ഒരു സീസൺ ചേഞ്ച് ആകുകയാ, ഒരു സീസൺ ചേഞ്ച് ആകുകയാ. പക്ഷെ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ടേ, ഈ കഴുത ക്ഷമയോടവരെ നിൽക്കുകയാ, അവിടെ നിൽക്കുകയാ. താഴേക്ക് വായിക്കുമ്പോൾ യേശു അവിടെ പറഞ്ഞൊരു പദമുണ്ട്, ഇതിനെ അഴിച്ചുകൊണ്ട് പോകാൻ ചെല്ലുമ്പോ ചിലര് വന്ന് ചോദിക്കും, ഹല്ലേലൂയ, ചിലര് വന്ന് ചോദിക്കും ഇതിനെന്തിനാ അഴിക്കുന്നതെന്ന്. ഇതിനെ കെട്ടിയിട്ട കുറച്ചു പേരുണ്ട്, അവര് ചോദിക്കും. നീ പ്രയോജനപ്പെടാൻ തുടങ്ങുമ്പോ, നീ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങുമ്പോ ചിലത് തല പൊക്കി വരും, ചിലത് സംസാരിക്കാൻ വരൂ, ചിലത് നെഗറ്റീവ് പറഞ്ഞോണ്ട് വരൂ, ചിലത് മടുപ്പിക്കാൻ വരൂ. അവരോട് പറ, കർത്താവിന് ഇവനെ ആവശ്യമുണ്ടെന്ന്. അതുവരെ ഇതിനെപ്പറ്റി ഓരോരുത്തർക്കും ഒരു ചോദിക്കാനില്ല. എന്ന് വെച്ചാൽ നീ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിന്നെ പറ്റി ആർക്കും ഒന്നും ചോദിക്കാനില്ല, മൈൻഡ് ചെയ്യാനില്ല. ഹല്ലേലൂയ. ഇതിന് വെള്ളമുണ്ടോ, ഇതിന് തീറ്റയുണ്ടോ, ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ, ഇതൊന്നും ചോദിക്കാനില്ല. പക്ഷെ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങുമ്പോ എങ്ങുമില്ലാത്ത പ്രശ്നം നിനക്ക് വരുന്നുണ്ടെങ്കിൽ, ഇതുവരെ ഇല്ലാത്ത പ്രതികൂലം ഈ ഓഗസ്റ്റ് മാസം നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. ആർക്കുമില്ലാത്തൊരു ദൈവപ്രവൃത്തി നിനക്കുണ്ട്, ആർക്കുമില്ലാത്തൊരു വിടുതൽ നിനക്കുണ്ട്. സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാ, ആർക്കുമില്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്തൊരു ദൈവപ്രവൃത്തി നിന്റെ കൂടാരത്തിനകത്തുണ്ട്. ആർക്കുമില്ലാത്ത നിന്ന നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്തൊരു മാന്യത നിനക്കുണ്ട്. ഹല്ലേലൂയ. അതുവരെ ഇതേ പ്രായത്തിലുള്ള എത്ര കഴുതകൾ അവിടെ കാണും. ഇവന്റെ പ്രായത്തിൽ കൂടുതലും കുറവും ഒക്കെ ഉള്ളത്, അതെല്ലാം സ്വതന്ത്രമായി നടക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇതിനെ കെട്ടിയിട്ടിരിക്കുന്നത് എനിക്കത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. നീ അഴിക്കാൻ ചെല്ലുമ്പോ
ഇതുവരെ ഇല്ലാത്ത ചോദ്യം വരുമെന്ന് ഇതുവരെ ആരും മൈൻഡ് ചെയ്തിട്ടുണ്ടാകത്തില്ല. ഹല്ലേലൂയ. ചോദിക്കാൻ തുടങ്ങും, എന്തിനാ കൊണ്ടുപോകുന്നേ? എന്തിനാ ഇവനെ അഴിക്കുന്നേ? ആര് പറഞ്ഞിട്ട് അഴിക്കുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഇന്ന് സ്വർഗം പറയാ, ഇത് ചോദിച്ചാ പറയണം. ചുമ്മാതെ അഴിക്കുകയല്ല, ചുമ്മാതെ കരയും നിന്നെ വിടുകയല്ല. നിനക്കൊരു അഡ്രസ് ഉണ്ട്, നിനക്കൊരു അഡ്രസ് ഉണ്ട്. ഏതെങ്കിലും ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകത്തില്ലെന്ന്, ഏതെങ്കിലും ഇടത്തേക്ക് നിന്നെ അനാഥനാക്കി വിടത്തില്ലെന്ന്. അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ല, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ല. ചോദിക്കുന്നവര് പറ, എന്റെ അപ്പൻ എന്നെ ആവശ്യമുണ്ട്. അനുഭവിക്കുന്ന പ്രതിസന്ധിക്കകത്ത് നിന്നോണ്ട് പറയാമോ, എൻ്റെ അപ്പന് എന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കഷ്ടത അനുഭവിക്കുന്നത്, ഞാൻ ഈ ഞെരുക്കം അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ അപ്പൻ്റെ മഹത്വം എന്നിൽ വെളിപ്പെടാനുള്ളത് കൊണ്ടാ. എൻ്റെ വാഗ്ദത്തം താമസിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു ദൈവപ്രവൃത്തി എന്നിൽ നടക്കാനുള്ളത് കൊണ്ടാ. എന്തോ ആത്മാവനോട് പറയുകയാണ്, ഹല്ലേലൂയ. ചിലതൊക്കെ താമസിക്കുന്നതിന്റെ പിന്നില് ഒരു വലിയ മാന്യത തരാനാണ്. ഇന്നലകളിൽ ഇത് തലകുനിച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോ, സീസൺ തിരിഞ്ഞപ്പോ വലിയ മാന്യത അവന് വെളിപ്പെടാൻ തുടങ്ങി. ഒരു സീസൺ കഴിഞ്ഞപ്പോ, പക്ഷെ അത്രയും സമയം ക്ഷമയോടെ അവിടെ നിൽക്കുകയാ. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താ ഭക്ഷിക്കും, എന്തെങ്കിലും കൊടുത്താ കുടിക്കും. മഴയത്തും വെയിലത്തും ഒക്കെ ഈ കുറ്റിക്കകത്ത് കിടന്ന് ക്ഷമയോടെ നിൽക്കുമ്പോ ഞാൻ പറയാം, നിന്റെ സീസൺ തിരിയുന്ന ഒരു സമയമുണ്ട്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മ പ്രവചിക്കുകയാ, നിന്റെ സീസൺ തിരിയുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. നിന്റെ സീസൺ തിരിയുന്ന ഒരു സമയമുണ്ട്. ചൂരച്ചെടി ഒരിക്കലും നിന്റെ അവസാനമല്ല, ചൂരച്ചെടി ഒരിക്കലും നിന്റെ അവസാനമല്ല. ചൂരച്ചെടിക്കകത്ത് നിന്ന് ഹല്ലേലൂയ ഒരു സാരാഫാത്തിനകത്തേക്ക്, മരുഭൂമിക്കകത്ത് നിന്ന് ഹല്ലേലൂയ ഒരു സാരാഫാത്തിനകത്തേക്ക് അതുവരെയുള്ളൊരു ദൂരമില്ലേ? കാക്കയ്ക്ക് തെറ്റിയില്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാകാൻ ഇനി അനുവദിക്കത്തില്ലെന്ന്. കാക്കയ്ക്ക് തെറ്റിയില്ലെങ്കിൽ പട്ടിണി കിടന്ന് ചത്തുപോകാൻ അനുവദിക്കത്തില്ല എന്ന് വെച്ചാൽ, കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയാ, ഒരിടം തുറക്കാതെ ഒന്നും ദൈവം അടയ്ക്കത്തില്ല. ഹല്ലേലൂയ. നിനക്കുള്ളത് തുറക്കാതെ ഒന്ന് ദൈവം നിനക്ക്. ഈ കുറ്റി കിടന്നപ്പോ ഒരു പക്ഷെ ഒരു കുറ്റി ഉണ്ടായിരുന്നു, ഇതിന്റെ ചോട്ടിൽ ഇവന് കിടക്കാമായിരുന്നു. പക്ഷെ ഇതിനെ അഴിച്ചുകൊണ്ട് പോകുമ്പോ ഇതെങ്ങോട്ട് പോകുമോ എന്നുള്ള ആശങ്ക വേണ്ട, എങ്ങോട്ട് പോകുമോ എന്നുള്ള ആശങ്ക ഇല്ലാതെ അഡ്രസ് കൊടുത്തിട്ട് പറയുക, അപ്പൻ ആവശ്യമുള്ളിടത്തോട്ടാ ഇവനെ കൊണ്ടുപോകുന്നേ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നിന്നെ അഴിച്ചു കൊണ്ടുപോകുമ്പോ നിന്നെ അഴിച്ചവന് നിന്നെ പറ്റി ഒരു ഉത്തരവാദിത്വം ഉണ്ട്, നിന്നെ പറ്റി ഒരു ഉത്തരവാദിത്വം ഉണ്ട്. നിന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ നിൽക്കുമ്പോ ദൈവത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇരുന്ന സാഹചര്യത്തിനകത്തു നിന്ന്, ഇരുന്ന അവസ്ഥക്കകത്തു നിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോ, ദൈവത്തിന്റെ പ്ലാനിന്റെ അകത്തേക്ക് നിന്നെ തിരികെ കയറ്റിയപ്പോ അത് പൂർണ്ണമായി പൂർത്തീകരിക്കാനുള്ള ഉത്തരവാദിത്വം എന്റെ ദൈവത്തിനുണ്ട്. ഇന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്, എന്നെ പറ്റിയുള്ള ഉത്തരവാദിത്വം എന്റെ ദൈവത്തിനാണ്? ഹല്ലേലൂയ. എല്ലാരും പറയോ, ഇത് കുറ്റി കെട്ടിയിട്ട്. എനിക്ക് മനസ്സിലാകുന്നത് ഒത്തിരി സന്തോഷം തോന്നിയത്, അതുവരെ ഇവൻ ഒരു മാന്യതയും കിട്ടിയിട്ടില്ല, അതുവരെ ഒരു മാന്യതയും കിട്ടിയിട്ടില്ല. കാരണം ആര് നോക്കിയാലും നോക്കുന്നവർ പറയും, ഓഹോ എത്ര ദിവസം കൊണ്ട് ഈ കുറ്റിയിലേക്ക് ഇത് കിടക്കുക, ഇത് എത്ര ദിവസം കൊണ്ട് ഇങ്ങനെ കിടക്കുക. പക്ഷെ അല്പ മിനിറ്റുകൾ കഴിഞ്ഞപ്പോ ഒരു ഭയങ്കര മാന്യത ഇവന് വെളിപ്പെടാൻ തുടങ്ങി.
ഹല്ലേലൂയ. ഓ, ആൾക്കാരെല്ലാം വസ്ത്രം ഇവന്റെ മേൽ ഇടുന്നു. യേശു ഇതിനെ ഹല്ലേലൂയ കഴുതപ്പുറത്ത് കയറുന്നു, യാത്രയാകുന്നു. നോക്കിക്കേ, ഉപയോഗിക്കുവാനുള്ളവൻ ആര് തഴഞ്ഞിട്ടാലോ അവിടെ നിന്ന് എഴുന്നേക്കുമെന്ന്. ഹല്ലേലൂയ. ഉപയോഗിക്കാനുള്ളവനെ ആര് തള്ളിക്കളഞ്ഞാലോ അവിടെ നിന്ന് ഹല്ലേലൂയ ദൈവം എഴുന്നേൽപ്പിക്കും. കാരണം എന്നാന്നറിയാമോ? എനിക്ക് ആ പദം ഭയങ്കര ഇഷ്ടമാണ്. കർത്താവിന് ഇവനെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് ഇതിനകത്തിരിക്കുന്നത് എനിക്കറിയാം. ഈ ദൂത് കേൾക്കേണ്ട എല്ലാവരും ഇതിനകത്ത് വന്നിട്ടുണ്ട്. കർത്താവിന് നിന്നെ പറ്റി ഒരാവശ്യമുണ്ട്. കർത്താവിന് നിന്റെ കുടുംബത്തെ പറ്റി, നിന്റെ തലമുറയെ പറ്റി ഒരാവശ്യമുണ്ട്. എന്താ ആവശ്യമെന്നറിയാമോ? ഒരു സഞ്ചാരത്തിനു വേണ്ടി. ഇച്ചിരി മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയാം. ഇതിനെ അഴിച്ചോണ്ട് പോയി മാറ്റി കെട്ടുകയല്ല ചെയ്ത്. അച്ഛാ, ഇതിനെ അഴിച്ചോണ്ട് പോയി വേറൊരിടത്ത് കൊണ്ടുപോയി സുരക്ഷിതമായിട്ട് ഒരിടത്ത് കെട്ടിയില്ല, വാഹനമാക്കി. എന്ന് വെച്ചാൽ കർത്താവിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി. ആമേൻ, ഹല്ലേലൂയ. ഈ അഴിച്ചോണ്ട് പോകുന്ന എന്തിനാന്നറിയാമോ? നിന്നെ ഉപയോഗിക്കാനാണെന്ന്. അഴിച്ചത് എന്തിനാന്നറിയാമോ? നീ എവിടൊക്കെയോ പ്രയോജനപ്പെടാനാണെന്ന്. കഴിഞ്ഞ 4 സാഹചര്യത്തിനകത്തു നിന്ന്, കഴിഞ്ഞ ഇടത്തു നിന്ന്, ഏതൊക്കെയോ ഹല്ലേലൂയ കാട്ടൊലിവായിരുന്നിടത്ത് നിന്ന് നിന്നെ മാറ്റി വേറെ നാട്ടൊലിവിനോട് ചേർന്ന് ഒട്ടിച്ചത് എന്തിനാന്നറിയാമോ? നിന്നെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ. ഹല്ലേലൂയ. ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? അഴിക്കാൻ വരുമ്പോ പറയല്ലേ, ഇല്ല ഇത് മതി എനിക്ക്, ഞാനിവിടെ സുരക്ഷിതനാണ്. ഇന്ന് പലരും വാക്തത്വം കേട്ടിട്ട്, നിയോഗം വീണിട്ട് ഇതാ സംഭവിക്കുന്നത്. ഇരിക്കുന്ന സാഹചര്യത്തിൽ തൃപ്തിയായി പോവുകയാ, ഇരിക്കുന്ന സാഹചര്യം കൊണ്ട് ഒതുങ്ങിപ്പോകുകയാ. ഞാൻ ചോദിക്കട്ടെ, എന്തേ നിങ്ങൾ കേട്ട വാക്തത്വങ്ങൾ? എന്തേ നിങ്ങൾ കേട്ട ദൈവ ശബ്ദങ്ങൾ? എന്തോ പരിശുദ്ധാത്മാവേ, എനിക്കറിയത്തില്ല. ഞാൻ ഈ ആംഗിളിലെ അല്ല മെസ്സേജ് തയ്യാറാക്കിയത്, പക്ഷെ കർത്താവിനെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. എനിക്കറിയത്തില്ല. കർത്താവ് ഉപയോഗിക്കാനുള്ള ഏതൊക്കെയോ കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്. കർത്താവ് ഉപയോഗിക്കാനുള്ള ഏതൊക്കെയോ കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്. എന്തോ ഇന്ന് അവരെ കർത്താവ് തൊടുന്നതിനോട് പരിശുദ്ധമായി പ്രവചിക്കുന്നു. വീണ ദൈവ ശബ്ദങ്ങൾ എന്തിയെ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാ. കേട്ട ദൈവ ശബ്ദങ്ങൾ എന്തിയെ? ഒരു മിനിറ്റ് ഒന്ന് കരയാൻ പറ്റുമോ? ഒരു മിനിറ്റ് ഒന്ന് പറയാൻ പറ്റുമോ? അപ്പാ, ഞാൻ തയ്യാറാ, എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. നിന്നെ ചുമ്മാ അഴിക്കത്തില്ല. പറഞ്ഞോടും പറയാ, ആരെങ്കിലും ചോദിച്ചാൽ അവരോട് പറയണം, ചുമ്മാതെ വന്ന് എങ്ങോട്ടെങ്കിലും അഴിച്ചോണ്ട് പോകുക അല്ലെന്ന്. എന്ന് വെച്ചാൽ ഈ ബൈബിളും കൊണ്ട് ഇറങ്ങി തിരിച്ചത് വെറും ഒരു അഡ്രസ് ഇല്ലാത്തോടത്തല്ല. ഹല്ലേലൂയ. ആർക്കും പ്രയോജനമില്ലാത്തോടത്തല്ലെന്ന്. ഹല്ലേലൂയ. ചുമ്മാ 2 കൈയടിയോ 2 പാട്ടും പാടി ഒച്ചയും ബഹളം വെച്ച് പോകുന്നതല്ലെന്ന്. നിനക്കൊരു നിത്യതയുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നോക്കി നിൽക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല, ഇത് കുറ്റം പറയുന്നവർക്ക് മനസ്സിലാകത്തില്ല, ഇത് കളിയാക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല, ഇത് നിന്ദിച്ചവർക്ക് മനസ്സിലാകത്തില്ല, ഇത് നിന്നെ തളർത്തിയവർക്ക് മനസ്സിലാകത്തില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി എന്താ ദൈവം ചെയ്യുന്നറിയാവോ? ഒരു ഭയങ്കര മാന്യത തരികയാ. ഇല്ലെങ്കിലേ ഞാൻ എൻ്റെ ചിന്തയിൽ അങ്ങ് പറയുകയാണേ, നിങ്ങൾ ബൈബിളിൽ അങ്ങ് നോക്കരുത് ചെന്ന്. ഇല്ലെങ്കിൽ ബാക്കിയുള്ള കഴുതകളും പറയും, അച്ഛാ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തില്ല, അവിടെ ചെന്നാലും നിങ്ങൾ നടക്കുന്നത് പോലെ നീയും നടക്കത്തുള്ളൂ, നിനക്ക് പ്രത്യേകിച്ച് മാറ്റം ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ ഇത് പറയുന്നതിന് മുന്നേ അഴിച്ചുകൊണ്ട് ചെല്ലുമ്പോ തന്നെ വലിയ മാന്യത തരികയാ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ ചിന്തയിൽ ഞാൻ അങ്ങനെ അങ്ങ് പറയാ. ഹല്ലേലൂയ. കെട്ടിയിട്ടിരുന്ന
കെട്ടിയിട്ടിരുന്ന സ്ഥലത്തുകൂടെ ഇവൻ തല ഉയർത്തി നടക്കുന്ന ഒരു നടത്തമുണ്ട്. ആ കെട്ടിയിട്ടിരുന്ന സ്ഥലത്തുകൂടെ, ആരോ കുറ്റിക്കകത്ത് പൂട്ടിയിട്ടിരുന്ന സ്ഥലത്തുകൂടെ ഇവൻ തല ഉയർത്തി നടക്കുന്നൊരു, എനിക്കറിയത്തില്ല, ആത്മാവനോട് പ്രവചിക്കുകയാ, ചില പട്ടണത്തിനകത്തുകൂടെ നീ നടക്കുന്ന ഒരു നടത്തമുണ്ടല്ലോ. നിന്ദിക്കപ്പെട്ട ഇടത്തുകൂടെ നീ നടന്നു പോകുന്ന ഒരു നടത്തമുണ്ട്. എന്താണെന്നറിയാമോ? നിന്നെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഇന്നലെ നടന്നതുപോലെ അല്ല നിങ്ങൾ നടക്കുന്നത്. ഇന്നലെ നിന്നതുപോലെ അല്ല നിങ്ങൾ നടക്കാൻ തുടങ്ങുന്നത്. ഇന്നലെ പോയതുപോലെ അല്ല നിങ്ങൾ ഇനി പോകാൻ തുടങ്ങുന്നത്. ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുന്നവനെ കർത്താവ് മാന്യതയായിട്ട്, ഹല്ലേലൂയ, അതുകൊണ്ടാണ് ഹല്ലേലൂയ, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷനെ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്ത സെക്കൻഡ് കഴിഞ്ഞപ്പോ ഹല്ലേലൂയ, രാജാവ് ഹല്ലേലൂയ മാനിക്കാൻ ഇടിച്ച പുരുഷൻ പട്ടണത്തിനകത്ത് കൂടെ തല ഉയർത്തി നടത്തിയ സീസൺ ദൈവം തിരിച്ചെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ ഒരു പ്രവചനം കൈമാറട്ടെ. നീ നിന്ദിക്കപ്പെട്ട പട്ടണത്തിനകത്തുകൂടെ ദൈവം നിന്നെ മാനിച്ചു നടത്തുന്ന, കരമടിക്കാമെങ്കിൽ 1-2 മിനിറ്റുകളൊന്ന് കരമടിച്ച, 1-2 മിനിറ്റുകളൊന്ന് കരമടിച്ച ആത്മാവിലൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാട്ടെ. നിന്നെ അഴിക്കാൻ വരുമ്പോ ആരൊക്കെ ചോദിക്കുകയാണേ, എന്തിനാ അഴിക്കുന്നത്? എന്തിനാ ഇതിനെ കൊണ്ടുപോകുന്നേ? ഇതേ നിന്റെ നാട്ടുകാര് പറയത്തുള്ളൂ. കാരണം അവർക്കിഷ്ടം എന്നും ഇങ്ങനെ കിടക്കണം, എന്നും ഈ ഞെരുക്കത്തിൽ, എന്നും ഈ കഷ്ടതയിൽ, എന്നും ഈ സങ്കടത്തിൽ, എന്നും ഈ ദാരിദ്ര്യത്തിൽ, എന്നും ഈ അവസ്ഥയിൽ, എന്നും ഈ തകർച്ച കിടക്കണം. ഇതാ പലരും ആഗ്രഹിക്കുന്നത്, ഇതാ പലരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്ന് പരിശുദ്ധൻ പറയുന്നു, സ്വർഗം നിന്റെ ചരിത്രം തിരിക്കാൻ തുടങ്ങുകയാ. എന്തോ ആത്മാവനോട് പറയുന്നു, സ്വർഗം ആരുടെയൊക്കെയോ ചരിത്രത്തെ തിരിക്കാൻ തുടങ്ങുന്നു. ആത്മാവിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങളുടെ ചരിത്രങ്ങളെ തുറക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന് ഹല്ലേലൂയ പദ്ധതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ അങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് 1-2 മിനിറ്റുകൾ ഹല്ലേലൂയ. എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോൾ പറയണ, അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. എന്നിട്ട് തങ്ങളുടെ വസ്ത്രം ഇതിന്റെ മേലിട്ടു. യേശുവിനെ കയറ്റി. ഇന്ന് ഞാൻ പറയാം, യേശു നിന്നെ ഉപയോഗിക്കുവാൻ. കാരണം ഇത് അഴുക്കിനകത്ത് കിടന്നതാണ്, ഇത് ചെളി പിടിച്ച് കിടന്നതാണോ? ഇത് ഉപയോഗിക്കാൻ പറ്റിയതാണോ? എന്തോ 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 ചലിക്കുന്നല്ലോ. യേശുവിന് കയറാൻ പറ്റിയ ഒരു സാഹചര്യത്തിനകത്താണോ ഇത്? എന്തോ ആത്മാവിനോട് പറയുന്നു, യേശു അതിനകത്ത് കയറി, യേശുവിനെ അതിൽ കയറ്റി, യേശുവിനെ അതിൽ കയറ്റി. നിന്റെ കുടുംബം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന്? ഹല്ലേലൂയ. നിന്റെ കുടുംബം പ്രയോജനപ്പെടാൻ പറ്റുമോ? നിന്റെ തലമുറ ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് സാഹചര്യമാ ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവ് അതിനകത്ത് കയറുകയാണ്. കർത്താവ് നിന്റെ കുടുംബത്തിന്റെ അകത്ത് കയറുകയാ. ഇന്നലെ വരെ ഞാനിങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണ്, നല്ല കഴുതകൾ വേറെ അവിടെ ഇല്ലാഞ്ഞിട്ടാണോ? നല്ല കഴുതകൾ വേറെ ഇല്ലാഞ്ഞിട്ടാണോ? ഹല്ലേലൂയ. വളർത്തുന്നവരുടെ വീട്ടിൽ കിട്ടത്തില്ലേ? ഹല്ലേലൂയ. നല്ല നീറ്റായ, നല്ല വൃത്തിയുള്ള
നല്ല കഴുത ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷെ വചനം എഴുതി വെച്ചിരിക്കുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പാൻ. പറഞ്ഞേ, ദൈവം 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 ഓ പോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാ. ദൈവം ബലഹീനമായതിനെ, എന്തോ എനിക്കറിയത്തില്ല, ആ പദം ഇതിനകത്ത് ചലിക്കുന്നല്ലോ. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. എന്നെ ദൈവം തിരഞ്ഞെടുത്തത് എന്നെ ചിലതിനെ ലജ്ജിപ്പിക്കുവാ. എനിക്കറിയത്തില്ല, പരിശുദ്ധൻ പറയുന്നു, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാ. നിനക്ക് കഴിവുണ്ടായിട്ടല്ല, നിനക്ക് പദവി ഉണ്ടായിട്ടല്ല, നിന്റെ സാഹചര്യം നോക്കിയല്ല, ഇതിനകത്ത് കയറിയിരിക്കുവാനുള്ള ഒരു കപ്പാസിറ്റി നിനക്കില്ല. പക്ഷെ എനിക്ക് നിന്നെ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് നിന്നെ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് നിന്നെ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. യേശുവിനെ അതിനകത്ത് കയറ്റി. ഇന്നെന്തോ നിങ്ങളുടെ ലൈഫിനകത്ത് യേശു കയറുകയാ. കയറി കഴിഞ്ഞ പിന്നെ യേശു കഴുതക്കുട്ടിയും കൂടെ പട്ടണത്തിനകത്തൂടെ നടന്നു പോവുകയാ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഹല്ലേലൂയ, ഈ ശക്തി നിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നീയും കർത്താവും തമ്മിലുള്ള ഡീൽ അവിടെ നടക്കുന്നത്. പിന്നെ നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ഡീൽ അവിടെ നടക്കുന്നത്. പിന്നെ ഇന്നലെ പറഞ്ഞ ആരുടെയും സംസാരമല്ലെന്ന്, ഇന്നലെ നീ നിന്ന സാഹചര്യമല്ല. ഹല്ലേലൂയ. കർത്താവ് കയറി ഇരുന്ന് കഴിഞ്ഞ പിന്നെ ആരെങ്കിലും പറയുവോ, അയ്യോ ഇല്ല, ഇവൻ അവിടെ ചെളിക്കകത്ത് കിടന്നവനല്ലേ, ഇവൻ അഴുക്കിനകത്ത് കിടന്നവനല്ലേ? ആരും പറയത്തില്ല, ആരും പറയത്തില്ല. പിന്നെന്താണെന്നറിയോ, യേശുവിന് കിട്ടുന്ന മാന്യത മുഴുവനും നിനക്ക് കിട്ടാൻ തുടങ്ങും. യേശുവിന് കിട്ടുന്ന മാന്യത മുഴുവനും, യേശുവിന് കിട്ടുന്ന ആ ബഹുമാനം മുഴുവനും നിനക്ക് കിട്ടാൻ തുടങ്ങും. ഈ രാത്രിയ വേളയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആ മാന്യത നിനക്ക് വേണോ? യേശുവിന് കിട്ടുന്ന ആ മാന്യത എനിക്കിന്ന് വേണോ? ഞാൻ അതിന് റെഡിയാണ്. ഹല്ലേലൂയ. ആ കഴുതക്കുട്ടി ഹല്ലേലൂയ അവരഴിച്ചു കൊണ്ടുപോകുമ്പോ മൗനമായിട്ടങ്ങ് നിന്നു കൊടുക്കുകയാ, നിന്നു കൊടുക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കയറി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും ചോദിക്കാൻ വരത്തില്ല. ഹല്ലേലൂയ. യേശു കയറി കഴിഞ്ഞാൽ പിന്നെ നിന്നെ അവകാശം പറഞ്ഞോണ്ട് പിന്നെ ഒരുത്തനും വരത്തില്ലെന്ന്. ചിലതിന്റെ അവകാശവാദങ്ങൾ പൊളിയട്ടെ. ശഖരമനഹദരിയാദന ഉപയോഗിക്കാൻ ഇറങ്ങുമ്പോഴാണ് ചില പാരമ്പര്യം പൊങ്ങി വരുന്നത്. ഉപയോഗിക്കാൻ ഇറങ്ങി എഴുന്നേക്കുമ്പോഴാണ്, അയ്യോ ഹാലേലൂയ, ഞാൻ ഇന്നടത്തെയാണ്, ഞാൻ ഇന്നടത്തെ ഇന്നാളാണ്, ഞാൻ ഇന്ന കുടുംബത്തിൽ ഇന്നരാണ്, ഞാൻ ഇന്നടത്തെ വലിയ ഹാലേലൂയ സംഭവമാണ്, ഞാൻ ഇന്നടത്തെ വലിയ ആളാണ്. ഇത് പൊങ്ങി വരുന്നത് ഇതെന്തിനാന്നറിയാമോ? നീ ഇവിടെ നിന്ന് പോകരുത്, നീ ഇവിടെ നിന്ന് അഴിഞ്ഞു പോകരുത്. പക്ഷെ ഇന്ന് മനഃപൂർവമായിട്ട് അതിനൊന്ന് പൊട്ടിക്കാൻ തയ്യാറാണോ? അതിനൊന്ന് പൊട്ടിക്കാൻ തയ്യാറാണോ? ചില പാരമ്പര്യത്തിന്റെ കൂടുകൾ യേശുവിന്റെ നാമത്തില് സ്വർഗത്തിലെ ദൈവം ഈ നടത്തുകളയുകയാ. ചില പാരമ്പര്യത്തിന്റെ കൂടുകൾ യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവം ഈ നടത്തു മാറ്റുകയാ. ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ചില പാരമ്പര്യത്തിന്റെ കൂടുകള് സ്വർഗം ഇന്ന് ഇതിനകത്ത് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗം ഇതിനെ പൊട്ടിക്കുന്നെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ ആത്മാവിലൊന്ന് സ്വീകരിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് താഴോട്ട് വായിച്ചു വരുമ്പോഴേ
അതിന് 38-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, ദൈവത്തെ പുകഴ്ത്തി കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടു. എടാ, രാജാവ് നിന്നെ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യാം. നിന്റെ മേൽ കയറിയിരിക്കുന്നത് ആരാന്നറിയാമോ? രാജാവാണ്. എന്ന് വെച്ചാൽ രാജാവിന് കിട്ടുന്ന മാന്യതയും നിനക്ക് കൂടെ. രാജാവിന് എന്തെല്ലാം ഉണ്ടോ അത് നിനക്ക്. രാജാവിന് രാജവസ്ത്രം ഉണ്ടെങ്കിൽ അത് നിനക്ക്. രാജാവിന് കിട്ടുന്ന ആഹാരം നിനക്ക്. രാജാവിന് കിട്ടുന്ന മാന്യത നിനക്ക്. നീ ഉപയോഗിക്കാൻ നിന്ന് കൊടുത്താൽ സ്വർഗത്തിലെ രാജാവിന് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും നിനക്ക് കിട്ടുമെന്ന്. ചിലതൊക്കെ വിട്ടിട്ടിറങ്ങിയപ്പോ എല്ലാരും പറഞ്ഞില്ലേ, ഓ തീർന്നു പോയി, ഇനി അവസാനിച്ചു. ഇല്ല, എന്റെ അപ്പനുള്ളത് മുഴുവൻ എനിക്കാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവിന് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും എനിക്കുണ്ട്. അത് മുഴുവൻ എനിക്കുണ്ട്. രാജാവിന് സമ്പത്തുണ്ടെങ്കിൽ എനിക്ക് സമ്പത്തുണ്ട്. എൻ്റെ അപ്പന് സമ്പത്തുണ്ടെങ്കിൽ, ഞാൻ ഭൂമിയിൽ അപ്പൻ്റെ കാര്യമല്ല പറഞ്ഞത്, എൻ്റെ സ്വർഗത്തിൽ അപ്പൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എനിക്കുണ്ട്. ഹല്ലേലൂയ. അതിനപ്പുറത്തൊരു നിത്യത വരെ എനിക്ക് ഭൂമിയിൽ നിൽക്കാൻ ആവശ്യമായ സകലതും വിളിച്ചിറക്കിയാൽ അനാഥനായി വിടത്തില്ല ദൈവമക്കളെ. വിളിച്ചിറക്കിയാൽ അനാഥനായി വിടത്തില്ല. അല്പം കഷ്ടം, അല്പം പ്രയാസമൊക്കെ ഉണ്ട്, പക്ഷെ ഇതിനപ്പുറത്തൊരു മഹത്വം ദൈവം നിങ്ങൾ ചെയ്യും. ഇതിനപ്പുറത്തൊരു മഹത്വം ദൈവം നിങ്ങൾ ചെയ്യും. ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ആ മാന്യത തരുമെന്ന്. ദൈവം നിനക്ക് വേണ്ടി ആ മാന്യത ഒരുക്കുമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞേ, ഞാൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ ഞാൻ നിങ്ങൾക്ക് കരുതും. ഇല്ല, കഴുതക്കുട്ടി അഴിച്ചോണ്ട് പോയിട്ട് വേറൊരിടത്തോട്ട് മാറ്റിക്കിട്ടെന്നല്ല പറഞ്ഞത്. അല്ലെ, അവനെ അഴിച്ചുവിടവനെ ബാക്കിയുള്ള കഴുതകളുടെ കൂടെ സ്വതന്ത്രമായി പോട്ടെന്നല്ല പറഞ്ഞത്. എടാ, അഴിച്ച എനിക്ക് അവനെ ഉപയോഗിക്കാനാണെന്ന്. അഴിക്കുന്നത് ചുമ്മാതല്ല, എനിക്ക് അവനെ ഉപയോഗിക്കാനാ. ഹല്ലേലൂയ. അഴിക്കുന്നത് എനിക്ക് അവനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ മാന്യത നിനക്ക് കിട്ടും. ഇന്നലകളിൽ എവിടെങ്കിലും ഒന്ന് ഉപയോഗിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, നീ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു വലിയ പ്രാർത്ഥന ഈ മിനിറ്റിലൊന്ന് ഉയരട്ടെന്ന്. ഒരു വലിയ പ്രാർത്ഥന. എന്തോ ആത്മാവിനോട് പറയുക, കർത്താവ് നിന്നെ ആവശ്യമുണ്ട്. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. ഇതിനകത്തിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, കുഞ്ഞുങ്ങളെ, കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഇന്നലകളിൽ ചോദിച്ചില്ലേ, കർത്താവേ, ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് എന്തായി? ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് എന്തായി? ആർക്കുമില്ലാത്ത കഷ്ടതയാണല്ലോ എനിക്ക് വരുന്നത്. ആർക്കുമില്ലാത്ത വേദനയാണല്ലോ എനിക്ക് വരുന്നത്. ആർക്കുമില്ലാത്ത രോഗമാണല്ലോ എനിക്ക് വരുന്നത്. ആരും അനുഭവിക്കാത്ത സങ്കടമാണല്ലോ എനിക്ക് വരുന്നത്. അല്ലെന്നേ, അല്ലെന്നേ, ആർക്കുമില്ലാത്തൊരു മഹത്വം നിനക്കുണ്ട്. കാരണം എന്താണെന്നറിയുമോ? നീ രാജാവിൻ്റെ കീഴിലാണ്, രാജാവിൻ്റെ അടുക്കലാ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഭൂമിയിൽ ഹല്ലേലൂയ എല്ലാരെ കട്ടിൽ മുകളിലെ രാജാക്കന്മാരിയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാജാവ് ഉപയോഗിക്കുന്നതിനോ ആ മാന്യത കിട്ടുമെന്ന്, ആ മാന്യത കിട്ടുമെന്ന് ഇന്ന് ഞാൻ ആത്മാവിനെ ദൂത് കൈമാറട്ടെ. സ്വർഗത്തിന്റെ രാജാവിന്റെ മാന്യത നിന്റെ വീടിന്റെ അകത്ത് ഹല്ലേലൂയ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാ. ഒരു വലിയ മാന്യത കർത്താവ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാ. ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ.
ശകരമനഹദരിയാതന. എല്ലാ വായികളും ഒന്ന് തുറന്ന്, എല്ലാ വായികളും ഒന്ന് തുറന്നേ. കർത്താവ് പറയുന്നു, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് ആവശ്യമുള്ളതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഗ്രേസ് ഉണ്ട്. കർത്താവിന് ആവശ്യമുള്ളതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ട്. കർത്താവിന് ആവശ്യമുള്ളതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. കർത്താവിന് ആവശ്യമുള്ളതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതികൾ അതിൻ്റെ സമയത്ത് ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുക. ചില ദൈവിക പദ്ധതികൾക്ക് വിരുദ്ധമായി വാഴുന്ന, ഉപയോഗിക്കപ്പെടുവാൻ കഴിയാതെ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയാതെ, ദൈവിക പദ്ധതിക്ക് വേണ്ടി നിൽക്കുവാൻ കഴിയാതെ നിന്നെ കുരുക്കിയിട്ടിരിക്കുന്ന കയറുകളെ ആത്മാവിൽ പൊട്ടിച്ച് കളയുക. ഇന്ന് നിങ്ങളുടെ കരത്തിന്റെ മേൽ ഒരു അസാധാരണമായ അഭിഷേകം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കരമടിക്കാമെങ്കിൽ ഒന്ന് കരമടിച്ച് ആത്മാവിൽ അതിനൊന്ന് ജയിച്ചാട്ടെ. ചില കെട്ടുകൾ അഴിയട്ടെ, ചില കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നല്ലോ. കരമടിച്ച് 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 2-3 മിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ചില സാഹചര്യത്തിന്റെ കെട്ടുകൾ അഴിയുകയാ. ചില വാക്കുകൾ കൊണ്ട് കെട്ടിയത് അഴിയുകയാ. നിനക്ക് കഴിവില്ലെന്ന്, നിനക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലെന്ന് പലരും നിന്നെ നോക്കി പറയുന്നത്. കർത്തരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാനുള്ള കഴിവ് നിനക്കില്ല, അതിനുള്ള കപ്പാസിറ്റി നിനക്കില്ല, നിന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ കർത്താവ് പറയില്ല, ഈ സാഹചര്യങ്ങളെ നിങ്ങൾ കീറി മുറിക്കാൻ തുടങ്ങുകയാ. എന്തോ എന്നോട് പരിശുദ്ധമ പറയുന്നു, ചില സാഹചര്യങ്ങളെ കുറച്ചുകൂടെ ഇറങ്ങി പറഞ്ഞാൽ ഉപയോഗിക്കുവാൻ കഴിയാതെ നിന്നിൽ വാഴുന്ന സാഹചര്യങ്ങളുടെ മേൽ അഭിഷേകമുള്ളവൻ കയറി നിൽക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. എന്തോ ആത്മാവിനോട് പറയുന്നു, അഭിഷേകമുള്ളവൻ സാഹചര്യത്തെ പൊട്ടിക്കൂ, അഭിഷേകമുള്ളവൻ സാഹചര്യത്തെ പൊട്ടിക്കൂ, അഭിഷേകമുള്ളവൻ സാഹചര്യത്തെ പൊട്ടിക്കൂ, അഭിഷേകമുള്ളവൻ. എന്തോ ആ പദം ഇതിനകത്ത് ചലിക്കുന്നു. അഭിഷേകമുള്ളവൻ സാഹചര്യത്തെ പൊട്ടിക്കൂ. ചിലതിന്റെ മുകളിലൂടെ നീ നടന്നു കയറുന്ന ഒരു സീസൺ നിനക്ക് വേണ്ടി തുറക്കുന്നു. ആത്മാവിൽ കരമടിച്ച്, ആത്മാവിൽ കരമടിച്ച്. ഒന്ന് പ്രാർത്ഥനയോടെ 1 മിനിറ്റ് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു വലിയ ദൈവശക്തി അന്തരീക്ഷമാരും കളയരുത്. എന്നോട് പരിശുദ്ധ പറയുന്നു, നിങ്ങളുടെ മേൽ കേട്ട ദൈവ ശബ്ദങ്ങൾ തുറക്കുവാൻ കഴിയാതെ ഇന്ന് വരെ ആയിരിക്കുന്ന ചില സാഹചര്യങ്ങൾ, അതായത് ഈ സെക്കൻഡിൽ നിങ്ങളായിരിക്കുന്ന ചില സാഹചര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇത് തുറക്കുകയാ. ചില കെട്ടുകളെ കർത്താവ് അഴിക്കുന്നു. ആരൊക്കെയോ ചേർന്ന് കെട്ടിയ ചില കെട്ടുകൾ. എന്നോട് പരിശുദ്ധമോ അങ്ങനെ പറയുന്നു, ആരൊക്കെയോ ചേർന്ന് നിന്റെ വാഗ്ദത്തത്തെ കെട്ടിയിട്ടിരിക്കുന്നത്. എന്തോ പദം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്. നിങ്ങളുടെ വാഗ്ദത്തത്തെ ആരൊക്കെയോ ചേർന്ന് കെട്ടിയിട്ടതിനെ സ്വർഗം ഇന്ന് പകൽ അഴിക്കുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞു സ്വീകരിച്ചാട്ടെ. ഓ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. ഈ മിനിറ്റിൽ ചില കെട്ടുകൾ അഴിയുന്ന ഞാൻ കാണുന്നു. ചുറ്റി കെട്ടിയ ചില കയറുകൾ. ഓ ഹല്ലേലൂയ. ആരൊക്കെയോ ചേർന്ന് നിന്നെ കെട്ടിയ ചില കയറുകൾ, ചില രോഗത്തിന്റെ കയറുകൾ, ചില രോഗത്തിന്റെ കയറുകൾ ഇന്ന് സ്വർഗം അഴിക്കുകയാ. ചില സാമ്പത്തിക തകർച്ചയുടെ കയറുകൾ, ഇത് പറഞ്ഞ് നിന്റെ ശുശ്രൂഷയെ ബ്ലോക്ക് ആക്കി നിർത്തിയിരിക്കുന്ന, ഇത് പറഞ്ഞ് നിന്നെ ബാൻ ചെയ്ത് നിർത്തിയിരിക്കുന്ന ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. കരമടിച്ച് 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 സാഹചര്യം പറഞ്ഞ് നിന്നെ ഒതുക്കിയിരിക്കുന്ന, സാഹചര്യം പറഞ്ഞ് നിന്നെ ഒതുക്കിയിരിക്കുന്ന ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ കരമൊന്നടിച്ച് അതിനെ സ്വീകരിച്ചാട്ടെ.
ചില സാഹചര്യം തിരിയുന്ന ഞാൻ കാണുന്നല്ലോ, ചില സാഹചര്യങ്ങൾ തിരിയുന്ന ഞാൻ കാണുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കാം, ആത്മാവിൽ പ്രാർത്ഥിക്കാം. ചില സാഹചര്യങ്ങൾ ഈ മിനിറ്റിൽ പൊട്ടുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കരമടിക്ക്. വലിയ ദൈവശക്തി കർത്താവ് ഇതിനകത്ത് അയച്ചുകൊണ്ടിരിക്കുക. ആ കരമെല്ലാം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിക്കേ. കരമെല്ലാം, ആ കരമെല്ലാം സ്വർഗത്തിലേക്കൊന്ന്. എന്നിട്ട് വായിക്കണം പറഞ്ഞു, കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ശബ്ദമുയർത്തി പറഞ്ഞ, കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് എന്നെ കൊണ്ട്. ഞാൻ പറയാം, നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നത് ഞാൻ കാണുന്നു. നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരികയാ. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരികയാ. ആർക്കൊക്കെയോ വേണ്ടി അതിനുള്ള സാഹചര്യങ്ങൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആർക്കൊക്കെയോ വേണ്ടി അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നല്ലോ. ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിനോട് ശക്തമായി പ്രവചിക്കാൻ പറയുന്നു. കർത്താവിന് നിന്നെ കൊണ്ട്, നിന്റെ കുടുംബത്തെ കൊണ്ട് ഒത്തിരി ആവശ്യമുണ്ട്. പക്ഷെ അതിനകത്ത് കയറുവാൻ കഴിയാതെ, ആ സാന്നിധ്യത്തിൽ, നിയോഗത്തിൽ പൂർണ്ണമായി നിൽക്കുവാൻ കഴിയാതെ എവിടൊക്കെയോ ക്ഷീണം അനുഭവിക്കുന്നത് പോലെ, എവിടൊക്കെയോ സ്ട്രക്കായി കിടക്കുന്നത് പോലെ, ബ്ലോക്കായ ചില മേഖലകളെ കർത്താവിന് തുറക്കുകയാണ്. പരിശുദ്ധ ശക്തമായി പ്രവചിക്കുന്നു. എന്തോ ആത്മാവിനോട് പ്രവചിക്കുന്നു. ഈ ആഴ്ചയുമായി ബന്ധപ്പെട്ട് അടുത്ത ഞായറാഴ്ചയ്ക്ക് മുന്നേ നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു ഭയങ്കര മിറക്കിൾ കർത്താവ് ചെയ്യുമെന്ന് എന്തോ ആത്മാവിനോട് പറയുന്നു. തീർന്നെന്ന് പറഞ്ഞ ഇന്ന് വന്നത്, തീർന്നെന്ന് പറഞ്ഞു പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ട ഇന്ന് വന്നേ. പക്ഷെ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു, ഈ ആഴ്ച പൂർത്തീകരിച്ച് അടുത്ത ഞായറാഴ്ചയ്ക്ക് മുന്നേ നിനക്ക് വേണ്ടി ഒരു വലിയ സാക്ഷ്യത്തെ. എന്തോ എന്നോട് അങ്ങനെ പറയുന്നു, ആന്റി ഇന്നലെ രാത്രി നീ ചോദിച്ച ചോദ്യമാ, കർത്താവേ എന്തിയേ, എന്തിയേ എന്റെ വാർത്തത്വം. എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ ഇന്നലെ രാത്രി നീ ചോദിച്ചതാ, എന്തിയേ എന്റെ വാർത്തത്വം, എന്തിയേ എന്റെ പ്രോമിസ്, എന്തിയേ എന്റെ തലമുറയോടുള്ള ദൈവ ശബ്ദം. പക്ഷെ ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു, നിന്റെ ചോദ്യത്തിന്റെ മറുപടി ഇന്ന് കർത്താവ് തരികയാ, ഇന്ന് കർത്താവ് തരികയാ. നിനക്ക് ഒരു രാജാവുണ്ട്, നിനക്കൊരു രാജാവുണ്ട്. ആ രാജാവിന് രാജ കസേര ഉണ്ടെങ്കിൽ ആ രാജാവിന്റെ മാന്യത നിന്റെ അകത്ത്. കരമടിച്ച് 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 സമയമാണിത്, ദൈവമഹത്വത്തിന്റെ ദിനങ്ങളാ. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി. ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, വാഗ്ദത്തത്തിൻ സമയമാണിത്. സമയം ഈ മിനിറ്റിൽ തിരിയുകയാണ്.
കരയുന്നു. മഹത്വത്തിന്റെ ആരൊക്കെയോ ഒരു പ്രാർത്ഥനയാകട്ടെ ഇത്. ഒരു വലിയ പ്രാർത്ഥനയാകട്ടെ ഇത്. വാഗ്ദത്തത്തിൻ സമയമാണിത്. എനിക്കറിയാം ആഴമായി ചില ഹൃദയങ്ങൾക്കകത്തേക്ക് കയറുകയാണ്. ഈ മിനിറ്റ് നിന്റെ സമയം തിരിയുകയാണ്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. പ്രിയചാരന് ശക്തമായ ദൈവാത്മാവ് സംസാരിക്കുന്നു. ഈ മിനിറ്റ് നിങ്ങളുടെ സമയം തിരിയുകയാണ്. രാജാവിനുള്ളത് മുഴുവനോ എന്തോ ആത്മാവനോട് പ്രവചിക്കുന്നു. പട്ടണത്തിൽ നീ തല കുനിച്ചെടുത്ത് ദൈവം നിന്നെ ഉയർത്തുന്ന സീസൺ, ദൈവം നിന്നെ ഉയർത്തുന്ന സീസൺ അതിവിദൂരമല്ലെന്ന്. കരമെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി 1-2 മിനിറ്റുകളൊന്ന് വർഷിപ്പ് ചെയ്താട്ടെ. ശബ്ദമുയരട്ടെ.